പാലസ്തീൻ വിമോചന മുന്നണിയുടെ നേതാവായ യാസർ അറാഫത്തിന്റെ ഫത്വ പാർട്ടി ഭരിക്കുന്ന പാലസ്തീനിലെ ഒരു തീവ്രവാദി സംഘടനയാണ് ഹമാസ്. 2006 നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ആയുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ച് പാർലമെന്റിൽ ഫത്വ പാർട്ടിയേക്കാൾ 2 സീറ്റ് കൂടുതൽ നേടിയ അവർ അതിനുശേഷം അവിടെ തിരഞ്ഞെടുപ്പ് നടത്താൻ അനുവദിച്ചിട്ടില്ല. ഗാസ കേന്ദ്രീകരിച്ച് തീവ്രവാദി പ്രവർത്തനം നടത്തുന്ന അവർ പാലസ്തീനികളുടെ ക്ഷേമത്തിനായി ഒന്നും ചെയ്യാറില്ല. പാലസ്തീൻ വിമോചന പ്രവർത്തനത്തിന് കിട്ടുന്ന പണം മുഴുവൻ തീവ്രവാദി പ്രവർത്തനങ്ങൾക്കും തീവ്രവാദികളുടെ സുരക്ഷയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്നു. ജനജീവിതം വല്ലാതെ ദുസ്സഹമാകുമ്പോഴും നേതാക്കന്മാരെല്ലാം യൂറോപ്പിലും മറ്റും സുഖവാസ ജീവിതം നയിക്കുന്നു. യഹൂദരെയും ക്രൈസ്തവരെയും ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപനം ചെയ്തിരിക്കുന്ന ഈ സംഘടനയെ യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ വിലക്കപ്പെട്ട തീവ്രവാദ സംഘടനയായി കണക്കാക്കുന്നു. ഈ തീവ്രവാദ സംഘടനയെ സ്വാതന്ത്ര്യ സമര പോരാളികളായി ചിത്രീകരിച്ച് പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന പേരിൽ പ്രകടനങ്ങൾ നടത്തുന്നവർ വാസ്തവത്തിൽ സഹായിക്കുന്നത് പാലസ്തീൻ പ്രസ്ഥാനത്തെയല്ല, ഒരു തീവ്രവാദ സംഘടനയെയാണ്. പാലസ്തീനിൽ ഇപ്പോഴും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റ് ഉണ്ട്, ഒരു സർക്കാരുണ്ട്. സാക്ഷാൽ യാസർ അറാഫത്തിന്റെ പാർട്ടിയുടെ സർക്കാർ. അവരെ പോലും ഹമാസുകൾ അംഗീകരിക്കുന്നില്ല. യാസർ അറാഫത്തിനെയാണ് ഭാരതം അംഗീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാലസ്തീൻ വിമോചന മുന്നണിക്കാണ് ഭാരതം സഹായം നൽകിയിട്ടുള്ളത്. ഒരിക്കലും ഹമാസ് തീവ്രവാദികളുമായി ഭാരതത്തിന് ഒരു ബന്ധവും ഉണ്ടായിരുന്നിട്ടില്ല. ഇതെല്ലാം മറച്ചുവെച്ച് കേരളത്തിലെ ഭരണപരാജയം ഒളിക്കുന്നതിനും ജനങ്ങളെ കബളിപ്പിച്ച് വീണ്ടും അധികാരത്തിൽ വരുന്നതിനും ഉള്ള മാർഗമായാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ വിഷയത്തെ ഉയർത്തിപ്പിടിക്കുന്നത്. മുസ്ലിം ലീഗിന് രാഷ്ട്രീയ ചതി മനസ്സിലായ മട്ടുണ്ട്. എങ്കിലും 2021 മാണിക്കാരെ കൊണ്ടുപോയതുപോലെ ഇക്കുറി ലീഗിനെയും കൊണ്ടുപോകുമോ എന്ന ഭയം കോൺഗ്രസിനുണ്ട്. ലീഗ് കടന്നു വന്നാൽ തുടർഭരണം കിട്ടും എന്ന ചിന്ത പിണറായിക്കുണ്ടാവാം. അതുകൊണ്ട് എന്ത് വിട്ടുവീഴ്ച ചെയ്തും ലീഗിനെ കൂടെ കൂട്ടാൻ അവർ തയ്യാറായേക്കും. പക്ഷേ ലീഗും കേരള കോൺഗ്രസുകളും ഇല്ലാതെ 1987 കേരളം ഒരു ഭരണത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഹമാസ് പ്രശ്നം കഴിഞ്ഞ ഉടനെ CPM നടത്തുന്ന MVR അനുസ്മരണത്തിലേക്ക് ലീഗിനെ CPM വിളിച്ചത് വെറുതെയല്ല. പണ്ട് ലീഗിന് ഇടതുമുന്നണിയിൽ എടുക്കണം എന്ന് പറഞ്ഞതിന് പുറത്താക്കപ്പെട്ട നേതാവാണ് MVR. അക്കാരണം കൊണ്ട് തന്നെ രാഘവന് അവർ കൂത്തുപറമ്പ് മണ്ഡലം തന്നെ ഉറപ്പാക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തു. ജനാധിപത്യ മുന്നണിയിലുള്ള CMP-കാർ പരിഭവം പറഞ്ഞതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി പക്ഷേ CPM അനുസ്മരണവും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ജനാധിപത്യ മുന്നണിയിലെ ഇടതു മുന്നണിയുടെ ട്രോജൻ കുതിരയാണ് കുഞ്ഞാലിക്കുട്ടി എന്ന് കരുതുന്ന നിരീക്ഷകരുണ്ട്. അതുകൊണ്ടാണ് സാക്ഷാൽ VS പട നയിച്ചിട്ടും കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീം കേസിൽ CPM പിന്തുണയോടെ രക്ഷപ്പെട്ടത്. അടുത്തിടെ സഹകരണ സംഘം കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ജലീൽ EDയെ സമീപിച്ചതിന് പിണറായി പരസ്യമായി ശാസിച്ചതിന് പിണറായിക്കും പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിണറായിക്കെതിരായ ലാവ്ലിൻ കേസ് അനക്കാൻ ആദ്യകാലത്ത് കുഞ്ഞാലിക്കുട്ടി സമ്മതിച്ചില്ല. TM ജേക്കബ് അക്കാലത്ത് തന്നെ അക്കാര്യം പരസ്യമാക്കിയിട്ടുണ്ട്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിലെ വ്യവസായ മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടി മുൻ വ്യവസായ മന്ത്രി എളമരം കരീമിനോട് കാണിച്ച വാത്സല്യം എന്തായിരുന്നു? കരീമിന്റെ നടത്തിപ്പുകാർ കുഞ്ഞാലിക്കുട്ടിയുടെയും വിശ്വസ്തരായി തുടരുന്നു. അവരെല്ലാം ചേർന്ന് നടത്തിയ കശുവണ്ടി കച്ചവടം ഹൈക്കോടതി ഇടപെട്ടിട്ടും വിജിലൻസ് കേസെടുക്കാനാവാതെ വന്നത് ഈ ബന്ധം കൊണ്ടല്ലേ? പാവം ജനം സമർത്ഥമായി കബളിപ്പിക്കപ്പെടുന്നു. കുഞ്ഞാലി CPM ബന്ധത്തിന്റെ കണ്ണികൾ ഏറെയുണ്ട്. അത് മുന്നണി ബന്ധമായി മാറുമോ എന്നാണ് കാണേണ്ടത്. ലീഗിനെ കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിലെ ആര്യാടൻ ഷൗക്കത്തിനെ പിടിക്കുവാൻ നോക്കുന്നുണ്ട്. CPM പണ്ട് TK ഹംസയെ അങ്ങനെ കൊത്തിക്കൊണ്ടുപോയി. മലപ്പുറം DCC പ്രസിഡന്റും കരുണാകരന്റെ വിശ്വസ്തനുമായിരുന്നു ഹംസ. ലീഗുകാരും ആര്യാടനുമായി പോരാടി നിൽക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ CPM-ൽ ചേർന്ന് MLA ആയി, മന്ത്രിയാക്കി, MP ആക്കി. ഇനിയും കൂടുതൽ ഹംസമാർ ഉണ്ടാകാതിരിക്കാൻ കോൺഗ്രസ് ജാഗ്രത പുലർത്തണം. അത്തരത്തിൽ ഒരു നീക്കമുണ്ടായാൽ വീണ്ടും ലീഗിൽ ഒരു പിളർപ്പുണ്ടാകുമോ? 1976 കോൺഗ്രസുമായി ചേർന്ന മുന്നണി വിട്ട് ലീഗിൽ പിളർപ്പുണ്ടായിട്ടുണ്ട്. ലീഗ് നേതൃനിരയിൽ വൻതോക്കുകൾ എല്ലാം തന്നെ പുതുതായി രൂപം കൊണ്ട് അഖിലേന്ത്യാ ലീഗിൽ ചേർന്നെങ്കിലും അവർക്ക് മുസ്ലിം സമൂഹത്തിൽ വേരോട്ടം കുറഞ്ഞതിന് കാരണം
അവരുടെ ഇടത് ബന്ധമായിരുന്നു. നിരീശ്വരരായ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ചുള്ള തിരിച്ചറിവ് കേരളത്തിലെ മുസ്ലിമുകളിൽ നല്ല ഭാഗത്തിനും ഉണ്ടായിരുന്നു. 1976 മനോഭാവം ഇന്നുണ്ടോ എന്ന് തീർച്ചയില്ല. എങ്കിലും നിരീശ്വരരായ കമ്മ്യൂണിസ്റ്റുകാരുമായുള്ള ബന്ധം ഹറാമായിട്ടുള്ളവർ ഏറെ ഉണ്ടാവാം. 1976 കോയ ലീഗുകാർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന യൂണിയൻ ലീഗുകാർ അഖിലേന്ത്യാ ലീഗുകാരെ വിളിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് ലീഗുകാർ എന്നായിരുന്നു. ആ വിളിപ്പേര് തന്നെ ദൈവവിശ്വാസികളായ മുസ്ലിമുകളെ അഖിലേന്ത്യാ ലീഗിൽ നിന്നും അകറ്റുന്നതിനുള്ള കാരണങ്ങളിൽ ഒന്നായി. പടവലങ്ങ പോലെ താഴോട്ട് വളർന്ന് അവസാനം അഖിലേന്ത്യാ ലീഗ് ശരീഅത്ത് പ്രശ്നത്തിൽ ഉറച്ച നിലപാട് എടുത്തപ്പോൾ ഇടതുമുന്നണിയിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്തു. ഇന്നത്തെ പ്രമുഖ ലീഗ് നേതാവായ ET മുഹമ്മദ് ബഷീർ അഖിലേന്ത്യാ ലീഗ് വഴി ഇടത് MLA ആയിട്ടാണ് ആദ്യം നിയമസഭയിൽ എത്തിയത്. 7 വർഷത്തെ പിണറായി ഭരണം കൊണ്ട് കേരളം പരമ ദരിദ്രമായിരിക്കുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് സർക്കാരും ചീഫ് സെക്രട്ടറിയും ഹൈക്കോടതിയിൽ വരെ സമ്മതിച്ചു. എന്നിട്ടും ആഡംബരത്തിനും ധൂർത്തിനും ഒരു കുറവും ഇല്ല. കേരളീയം പോലുള്ള മാമാങ്കങ്ങൾക്ക് കോടികൾ വാരി വിതറുന്നു. ഒരു മന്ത്രി കണ്ണാടി വാങ്ങിച്ചത് 30,000 രൂപയ്ക്ക്. ആ മന്ത്രിയുടെ പ്രതിമാസ വരുമാനം എത്ര ലക്ഷമായിരിക്കും? ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് പിന്നെ എന്തിന്? പോലീസ് വകുപ്പിൽ അടുത്തിടെ വന്ന ഉത്തരവ് പോലെ ഒന്ന് മന്ത്രിമാർക്കും വേണ്ടേ? പോലീസ് വാഹനങ്ങളുടെ ട്രാഫിക് ലംഘന പിഴകൾ ഉദ്യോഗസ്ഥർ നേരിട്ട് അടയ്ക്കണം എന്നാണ് ഉത്തരവ്. ഇത്തരം ഉത്തരവ് KSRTC അടക്കം എല്ലാ സർക്കാർ വാഹനങ്ങൾക്കും ബാധകമാക്കണം. വലിയ തുക പിരിഞ്ഞു കിട്ടും. ആർക്കും ഇളവ് കൊടുക്കരുത്. ഒരു ജനജീവിതത്തെ അതീവ ദുസ്സഹമാക്കുന്ന വിലക്കയറ്റം തടഞ്ഞു നിർത്തുന്നതിനുള്ള പൊതുവിതരണ സംവിധാനമായ സപ്ലൈകോ കൂട്ടിക്കെട്ടുന്ന മട്ടാണ്. കുടിവെള്ളത്തിന്റെ വില 4 ഇരട്ടി കൂട്ടി. ഈ വർഷം ഇനിയും കൂട്ടും എന്നാണ് സൂചന. അവിടെ 1643 കോടി കുടിശ്ശിക ഉള്ളതായി സർക്കാർ സമ്മതിച്ചു. മാർച്ച് 31-നകം 821 കോടി പിരിച്ചെടുക്കുവാൻ പരിപാടി ഇട്ടിരുന്നു. എന്തായി സ്ഥിതി എന്ന് അറിയില്ല. പൊതു ടാപ്പുകളിൽ നിന്നും കുടിശ്ശികയായി 955 കോടി കിട്ടാനുണ്ട്. ആരോഗ്യ വകുപ്പിൽ നിന്നും 127.52 കോടി കിട്ടാനുണ്ട്. വൈദ്യുതി നിരക്ക് 10 മടങ്ങാക്കി. സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് ഒരു മാസത്തെ കുടിശ്ശിക വന്നാൽ ഫ്യൂസ് ഊരുന്ന സർക്കാർ കോടിക്കണക്കിന് കുടിശ്ശികയുള്ള വൻകിടക്കാരോട് മിണ്ടുന്നില്ല. വൈദ്യുതി ബോർഡിന് പിരിഞ്ഞു കിട്ടാനുള്ളത് 3585.69 കോടി. ഇവയിൽ 1768.90 കോടിയും സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കുടിശ്ശിക. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കുടിശ്ശിക 110.42 കോടി. സ്വകാര്യ സ്ഥാപനങ്ങളുടെ കുടിശ്ശിക 1086 കോടി. സർക്കാർ വകുപ്പുകളുടെ വക 141.43 കോടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വക 6.74 കോടി. ഗാർഹിക ഉപഭോക്താക്കളുടെ കുടിശ്ശിക 389.81 കോടി. പൊതുസ്ഥാപനങ്ങളുടെ വക 64.51 കോടി. കുടിശ്ശിക പിരിക്കുന്നതിനുള്ള കൃത്യമായ പദ്ധതി സമർപ്പിച്ചാൽ തന്നെ 2235.78 കോടി രൂപ കിട്ടും. കേന്ദ്രം തരുന്നില്ല എന്ന് പറയാതെ അവരുടെ ഉപാധികൾ പാലിച്ച് വാങ്ങിച്ചെടുക്കുവാൻ നോക്കുകയല്ലേ വേണ്ടത്. ബാർ മുതലാളിമാർ കൊടുക്കാനുള്ള 300 കോടി രൂപ പിരിച്ചെടുക്കുന്നില്ല. കടമെടുത്ത് കടം കിട്ടാത്ത നിലയായി. അതോടെ ശമ്പളവും പെൻഷനുകളും മുടങ്ങുന്ന നിലയിലേക്ക് നാട് നീങ്ങുന്നു. കർഷകരുടെ നെല്ല് വാങ്ങിച്ചതിന്റെ വില കൊടുക്കുന്നില്ല. കോടികളാണ് കർഷകന് കിട്ടാനുള്ളത്. പാവപ്പെട്ട കുടുംബശ്രീക്കാരെ കൊണ്ട് ജനകീയ ഹോട്ടൽ നടത്തിച്ച വകയിൽ 30 കോടിയാണ് കുടിശ്ശിക. സാധാരണക്കാർക്ക് ന്യായമായ വിലയ്ക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന അവരെയും ഏതാണ്ട് കൂട്ടിക്കുന്ന മട്ടാണ്. പൊതുയാത്രാ സംവിധാനമായ KSRTCയും ഇല്ലാതാകുന്നു. അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളമില്ല. പെൻഷൻ 3 മാസമായി കുടിശ്ശികയാണ്. കാരുണ്യ പദ്ധതി ഇല്ലാതാക്കി. വിധവാ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് പിച്ചച്ചട്ടി എടുത്ത ഇടുക്കിയിലെ അന്നയും മറിയക്കുട്ടിയും പ്രതീകങ്ങളാണ്. അവരുടെ വാർത്ത കണ്ട ചിലർ 1 മാസത്തെ ചിലവുകാശ് സംഭാവന കൊടുത്തു. അതുകൊണ്ട് ആവുമോ? ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ സഹായിക്കുന്നതിന് കൊടുത്തിരുന്ന തുക പോലും തിരിച്ചു പിടിക്കാൻ നോക്കുന്നു. ആ ദാരുണ കഥ കേട്ട് സുരേഷ് ഗോപി 1 ലക്ഷം രൂപ അവർക്ക് സംഭാവന കൊടുത്തു. പക്ഷേ എല്ലാ മാസവും കിട്ടുന്ന തുകയ്ക്ക് പകരമാവുമോ അത്? സംസ്ഥാന ജീവനക്കാർക്ക് ക്ഷാമബത്തയുടെ 6 ഗഡുവാണ് കുടിശ്ശിക. സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ
സർക്കാർ പണം കൊടുക്കാത്തതുകൊണ്ട് 500 അധ്യാപകർ ഹെഡ്മാസ്റ്റർ പദവി വേണ്ടെന്ന് പറഞ്ഞു. കഥകൾ നിരവധിയാണ്. വല്ലാതെ വികൃതവും ബീഭത്സവുമാവുകയാണ് സർക്കാരിന്റെ മുഖം. ഈ ദുരവസ്ഥയിലാണ് ജനങ്ങളെ കബളിപ്പിക്കുവാൻ മനുഷ്യാവകാശമെന്ന് പറഞ്ഞ് മുസ്ലിം വികാരത്തെ ഊതിക്കത്തിക്കുന്ന സമരവുമായി വരുന്നത്. ഐക്യദാർഢ്യക്കാരുടെ തനി നിറം. മനുഷ്യാവകാശ സംരക്ഷണത്തിന് എന്ന പേരിൽ മുസ്ലിം തീവ്രവാദികൾക്ക് പരസ്യ പിന്തുണയുമായി വരുന്ന പ്രസ്ഥാനങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യാവകാശത്തിൽ വിശ്വസിക്കുന്നവരോ? ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയറിൽ സമരം ചെയ്ത ആയിരക്കണക്കിന് യുവാക്കളെ യുദ്ധ ടാങ്കറുകൾ ഉപയോഗിച്ചല്ലേ ചൈന കശാപ്പ് ചെയ്തത്? അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞതിന് ജീവിതം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ച പി ഗോവിന്ദപിള്ളയെ പോലുള്ള നേതാവിനെ എല്ലാ പദവികളിൽ നിന്നും ഒഴിവാക്കിയില്ലേ? മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ മാത്രമല്ല, മുസ്ലിം പീഡനങ്ങൾ പോലും ഇവർ കാണുന്നതേ ഇല്ല. ഹമാസ് ഭീകരർക്ക് വേണ്ടി വാദിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ മുസ്ലിം പ്രേമത്തിന്റെ തനിനിറം വ്യക്തമാക്കുന്ന വർത്തമാനകാല യാഥാർത്ഥ്യമാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നരകയാതന അനുഭവിക്കുന്ന ഉയ്ഗൂർ മുസ്ലിമുകൾ. കമ്മ്യൂണിസ്റ്റുകാർ വംശനാശം വരുത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിഭാഗമാണ് ചൈനയിലെ ഉയ്ഗൂർ മുസ്ലിമുകൾ. ചൈനയിലെ വടക്കു പടിഞ്ഞാറൻ മേഖലയായ സിംഹജിയാങ് പ്രദേശത്ത് അധിവസിക്കുന്ന ജനവിഭാഗമാണ് ഇവർ. ടർക്കി സംസാരിക്കുന്നവരാണ് ഈ മുസ്ലിമുകൾ. അതുകൊണ്ട് ഈ പ്രദേശത്തെ ഈസ്റ്റ് ടർക്കിസ്ഥാൻ എന്ന് വിളിക്കുന്നു. ഇവർ തീവ്രവാദികളും വിഭജനവാദികളും ആണെന്ന് ആരോപിച്ചാണ് ചൈന ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവരെ റീ എഡ്യൂക്കേഷൻ ക്യാമ്പ് എന്ന് വിളിക്കുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ആക്കിയത്. അവിടെ നടക്കുന്നത് വംശഹത്യയാണെന്ന് US-ഉം കാനഡയും ഓസ്ട്രേലിയയും കുറ്റപ്പെടുത്തി. ചൈന പ്രതിയായ വിഷയമായതുകൊണ്ട് അത്ര ഉറച്ചു പറയാൻ ഐക്യരാഷ്ട്രസഭ ധൈര്യം കാണിച്ചില്ല. എങ്കിലും മാനവകുലത്തിന് എതിരായ കുറ്റമാണ് ഉയ്ഗൂറിൽ നടക്കുന്നത് എന്ന് UN പ്രഖ്യാപിച്ചു. 10 ലക്ഷത്തിലധികം ഉയ്ഗൂർ മുസ്ലിമുകൾ റീ എഡ്യൂക്കേഷൻ ക്യാമ്പുകളിൽ ഉണ്ടെന്ന് 2017 ചൈന സമ്മതിച്ചിരുന്നു. അതിലും 4 ഇരട്ടി ഉണ്ടാകുമെന്നാണ് മാധ്യമങ്ങളുടെ കണക്ക്. 140 സോക്കർ ഫീൽഡുകളിൽ ക്യാമ്പുകൾ നടത്തുന്നതായി മാധ്യമ പ്രവർത്തകർ കണ്ടെത്തിയിട്ടുണ്ട്. 110 ലക്ഷം ഉയ്ഗൂർ മുസ്ലിമുകൾ പുറത്തുണ്ട്. ക്യാമ്പുകളുടെ സുരക്ഷയ്ക്ക് $2.96 ബില്യൺ ചൈന ചിലവാക്കിയത്. എത്ര സുരക്ഷയിലും ഇരുമ്പുമറയിലുമാണ് ചൈന അവരെ സൂക്ഷിക്കുന്നത് എന്ന് വ്യക്തം. 2019 ചൈന പൊടുന്നനെ ക്യാമ്പുകൾ നിർത്തിയതായി അറിയിച്ചു. പക്ഷെ മാധ്യമങ്ങൾ വിശ്വസിച്ചില്ല. അവരുടെ ഉപഗ്രഹങ്ങൾ 380 ക്യാമ്പുകൾ കണ്ടെത്തി. ഈ ക്യാമ്പുകളിൽ എല്ലാത്തരം മനുഷ്യാവകാശ ലംഘനങ്ങളും നടക്കുന്നതായി പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പെൺകുട്ടികളെ തീവ്രവാദികൾ വ്യാപകമായി ലൈംഗിക ദുരുപയോഗം നടത്തുന്നതിന്റെ കഥകളുണ്ട്. ഈ വംശഹത്യയും പീഡനങ്ങളും തുടർന്നുകൊണ്ടാണ് ചൈന ഇസ്രയേലിന്റെ ഹമാസ് ആക്രമണത്തെ അപലപിക്കുന്നതും യുദ്ധം നിർത്താൻ പ്രമേയം പാസാക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയിൽ മുൻകൈ എടുക്കുന്നതും. ഇസ്രയേലിനെ അടിച്ചതിനുള്ള തിരിച്ചടി കൊടുക്കുകയാണ് അവരെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. ചൈനയിലെ മുസ്ലിമുകൾക്ക് അവിടുത്തെ സർക്കാർ കൊടുക്കാത്ത മനുഷ്യാവകാശത്തിന് വേണ്ടി ചൈന വാദിക്കുന്നത് കേൾക്കുമ്പോൾ ആർക്കാണ് കാപട്യം മനസ്സിലാകാത്തത്? ഹമാസുകൾക്ക് വേണ്ടി വാദിച്ച് വോട്ട് തേടാൻ വരുന്ന സഖാക്കളോട് അവരുടെ മധുര മനോജ്ഞ ചൈനയിൽ ഉള്ള ഉയ്ഗൂർ മുസ്ലിമുകളുടെ കാര്യം കൂടി പറയാൻ ആവശ്യപ്പെടേണ്ടേ? ലോകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തും മുസ്ലിമുകൾക്കും ഒരു മുസ്ലിം രാജ്യത്തും കമ്മ്യൂണിസ്റ്റുകൾക്കും മനുഷ്യാവകാശങ്ങൾ ഒന്നും ഇല്ലെന്ന് മാത്രമല്ല, വംശഹത്യയിലേക്ക് നയിക്കുന്ന പീഡനങ്ങൾ സഹിക്കേണ്ടതായും വരുന്നു എന്നത് സമകാലീന ചരിത്രം. ഇറാനിൽ അമേരിക്കൻ പക്ഷപാതിയായിരുന്ന ഷായുടെ കാലത്ത് കമ്മ്യൂണിസ്റ്റുകൾ ഏറെ ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകളുടെ അമേരിക്കൻ വിരുദ്ധത മൂലം അവർ അന്ന് ഷായെ പുറത്താക്കുന്നതിനുള്ള സമരത്തിൽ പങ്കാളിയായി. ഇറാനിലെ മത തീവ്രവാദികളുടെ സമരത്തിലൂടെ ഷാ പുറത്താക്കപ്പെട്ടു. പുതിയ സർക്കാർ വന്നു. വിപ്ലവ ഭരണകൂടം എന്നാണ് പേര്. അതോടെ അവിടെ കമ്മ്യൂണിസ്റ്റുകളും ഇല്ലാതാക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിം ഭരണാധികാരികളുടെ ലോകത്ത് പലയിടത്തും അനുവർത്തിക്കുന്ന സമീപനമാണിത്. അത്തരത്തിലുള്ള 2 പ്രസ്ഥാനങ്ങൾ ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി കേരളത്തിൽ പ്രഖ്യാപിക്കുന്ന ഐക്യദാർഢ്യം ആരെയെല്ലാമോ കബളിപ്പിക്കാനാണെന്ന് തീർച്ചയല്ലേ? ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെ വല്ലാതെ എതിർക്കുന്നവർ, യുദ്ധത്തിൽ പൊലിയുന്ന മനുഷ്യജീവന് വേണ്ടി വല്ലാതെ കരയുന്നവർ 2015 മുതൽ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ പശ്ചിമേഷ്യയിലെയും വടക്കേ ആഫ്രിക്കയിലെയും 9 രാജ്യങ്ങളായ
UAE, സുഡാൻ, ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, ഈജിപ്ത്, ജോർദാൻ, മൊറോക്കോ, സെനഗൽ എന്നിവരുടെ സൈന്യവും യമനിലെ ഹൂതി തീവ്രവാദി മുസ്ലിമുകളും തമ്മിൽ നടത്തുന്ന യുദ്ധത്തെ കാണുന്ന മട്ടില്ല. പാലസ്തീൻ യുദ്ധത്തിൽ ഇതിനകം 10,000 പേരാണ് വധിക്കപ്പെട്ടതെങ്കിൽ ഇതിനകം 3 ലക്ഷം പേർ സൗദി ഹൂതി യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട്. യമനിലുള്ള 25 ലക്ഷം ജനങ്ങൾ അത്യാവശ്യ സാധനങ്ങൾ പോലും കിട്ടാനില്ലാത്ത നിലയിലാണ്. സയ്യിദി ഷിയ പ്രസ്ഥാനക്കാരാണ് ഹൂതികൾ അഥവാ അൻസാർ അള്ള എന്ന മുസ്ലിം ഗ്രൂപ്പുകാർ. ഇറാന്റെ സൈനിക പിന്തുണയുള്ള തീവ്രവാദികളാണ് അവർ. ഉത്തര കൊറിയയുടെ പിന്തുണയും അവർക്കുണ്ട്. 2 രാജ്യങ്ങളും പരസ്യമായി നിഷേധിക്കുന്ന കാര്യമാണിത്. 2014 അവിടെ അധികാരത്തിൽ വന്ന ഹാദി സർക്കാരിനോടും അവരുണ്ടാക്കിയ ഭരണഘടനയോടും ഉള്ള എതിർപ്പാണ് ജനകീയ പ്രക്ഷോഭമായി രൂപാന്തരപ്പെട്ടത്. മുസ്ലിം സമൂഹത്തിലെ സുന്നി വിഭാഗക്കാരാണ് ഹാദി സർക്കാരിലുള്ളത്. ജനകീയ പ്രക്ഷോഭണത്തിലൂടെ 2015 ഹൂതികൾ യമനിലെ ഭരണം പിടിച്ചെടുത്തു. 2015 മാർച്ച് 26 സൗദിയുടെ നേതൃത്വത്തിലുള്ള സുന്നി സൈന്യം ഹൂതികൾക്കെതിരെ തുറന്ന പോരാട്ടം ആരംഭിച്ചു. 8 വർഷവും 7 മാസവുമായി തുടരുന്ന യുദ്ധമാണിത്. ഗാസയിലെ യുദ്ധം നിർത്തണമെന്ന് ഇവിടെ 8 വർഷമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവർ പറയുമ്പോൾ ആർക്കാണ് കാപട്യം മനസ്സിലാകാത്തത്? 2023 സെപ്റ്റംബർ 23 ഇവർ തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ നടന്നു. യമനികളുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി എന്തേ ഹമാസുകൾക്ക് വേണ്ടി വാദിക്കുന്നവർ ഒരക്ഷരം മിണ്ടുന്നില്ല. ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്കെന്താ കോൺഗ്രസേ എന്ന് 1957 വിമോചന സമരകാലത്ത് തൊഴിലാളികൾക്ക് നേരെ നടന്ന പോലീസ് അക്രമങ്ങളുടെ പേരിൽ EMS സർക്കാരിനെ കുറ്റവിചാരണ ചെയ്ത കോൺഗ്രസുകാർക്ക് നേരെ കമ്മ്യൂണിസ്റ്റുകൾ മുദ്രാവാക്യം വിളിച്ചതായി കേട്ടിട്ടുണ്ട്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊല്ലുന്ന സംഭവമാണ് യമനിൽ നടക്കുന്നത്. മ്യാൻമറിലെ റഖിനെ സംസ്ഥാനത്ത് അധിവസിക്കുന്ന രാഷ്ട്രമില്ലാത്ത ഇൻഡോ ആര്യൻ വംശജരാണ് റോഹിംഗ്യ മുസ്ലിമുകൾ. 2017 റോഹിംഗ്യ കൂട്ടക്കുരുതിക്ക് മുമ്പ് 140 ലക്ഷം റോഹിംഗ്യ മുസ്ലിമുകൾ മ്യാൻമറിൽ ഉണ്ടായിരുന്നതായാണ് കണക്ക്. 2017 വംശഹത്യക്കാലത്ത് ബംഗ്ലാദേശിലേക്ക് തന്നെ പലായനം ചെയ്തത് 7,40,000 റോഹിംഗ്യ മുസ്ലിമുകളാണ്. 1982 മ്യാൻമാർ നാഷണാലിറ്റി നിയമം അനുസരിച്ച് ഇവർക്ക് പൗരത്വം നിഷേധിക്കപ്പെട്ടു. അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. കുപ്രസിദ്ധമായ അപ്പാർത്തൈഡിന് തുല്യമായ പീഡനമാണ് ഈ മുസ്ലിമുകൾ അനുഭവിക്കുന്നത്. മ്യാൻമാർ സർക്കാർ ഇവരെ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് റോഹിംഗ്യർ എന്ന് പോലും വിളിക്കാറില്ല, ബംഗാളികൾ എന്നാണ് വിളിക്കുക. ഐക്യരാഷ്ട്രസഭ ഇവർക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണത്തെക്കുറിച്ച് വംശശുദ്ധീകരണം എന്നാണ് വിളിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകലും അറസ്റ്റും എല്ലാം നിറഞ്ഞ വളരെ ഭീകരാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഇവരുടെ മനുഷ്യാവകാശത്തിനു വേണ്ടിയും ആരും പ്രകടനം നടത്തുകയൊന്നും ചെയ്യുന്നില്ല. ഇനി ക്രൈസ്തവ പീഡനങ്ങളുടെ കഥ. 2023 സെപ്റ്റംബറിൽ അസർബൈജാൻ തുർക്കിയുടെ സഹായത്തോടെ അർമേനിയൻ വംശജരായ ക്രൈസ്തവർ അധിവസിച്ചിരുന്ന നാഗോർണോ കരാബാഖ് പ്രദേശം പിടിച്ചെടുത്തു. മുസ്ലിം ഭരണം വന്നതോടെ ക്രൈസ്തവർക്ക് നാടുവിട്ട് ഓടേണ്ടി വന്നു. 1.5 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ നാടുവിട്ട് പലായനം ചെയ്തു. 1000 വർഷത്തിലേറെയായി ക്രൈസ്തവ കേന്ദ്രമായിരുന്ന നാഗോർണോ കരാബാഖ് പ്രദേശത്ത് ക്രൈസ്തവർ ഇല്ലാതായി. ഇതും ഇവിടുത്തെ മനുഷ്യാവകാശക്കാർ കാണുന്നില്ല. ലിബിയയിൽ ഈജിപ്തിൽ നിന്നുള്ള 21 കോപ്റ്റിക് ക്രൈസ്തവരെ പരസ്യമായി നിരയായി നിർത്തി IS തീവ്രവാദികൾ കൊല്ലുകയും അതിന്റെ വീഡിയോ ലോകത്താകെ പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഇന്ന് ഇളകുന്ന മനുഷ്യാവകാശക്കാർ ആരോടും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചില്ല. വയോവൃദ്ധനായ ഒരു ഫ്രഞ്ച് വൈദികനെ അൾത്താരയിൽ കയറി മുസ്ലിം തീവ്രവാദികൾ കഴുത്തറുത്ത് കൊന്നപ്പോഴും ആരും പ്രതികരിച്ചില്ല. ഹിജാബ് തെറ്റായി ധരിച്ചതിന് ഇറാൻ പോലീസ് തല്ലിക്കൊന്ന മഹ്സ അമിനിക്ക് വേണ്ടി ആരും വാ തുറക്കുന്നില്ല. അവിടെ നടക്കുന്ന വനിതാ സമരങ്ങളെ പോലും പിന്തുണയ്ക്കുവാൻ ഭയമാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഹമാസുകൾക്ക് വേണ്ടി വല്ലാതെ വാദിക്കുന്ന റഷ്യ അയൽ രാജ്യമായ യുക്രൈനുമായി 1 വർഷത്തിലേറെയായി യുദ്ധത്തിലാണ്. ഒരു ദിവസം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് റഷ്യ യുക്രൈനെ ആക്രമിക്കുകയായിരുന്നു. വിളക്കുകളെല്ലാം കെടുത്തി ഞാൻ പ്രാർത്ഥിച്ചു, വെളിച്ചമേ നയിച്ചാലും എന്ന വയലാറിന്റെ വരികളാണ് ഇവരുടെ മനുഷ്യാവകാശത്തിനും മതസ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള നിലവിളികൾ ഓർമ്മിപ്പിക്കുന്നത്. 4 വോട്ടിനു വേണ്ടി അണിയുന്ന കപടമുഖങ്ങൾ.
ദുരഭിമാന കൊല ആര് നടത്തിയാലും അത് അതിഹീനമായ പ്രവൃത്തിയാണ് എന്ന് മാത്രമല്ല സമൂഹത്തിനാകെ അപമാനമാണ്. ജാതിയുടെയോ മതത്തിന്റെയോ ഒന്നും നിറം നോക്കാതെ അപലപിക്കപ്പെടേണ്ട സംഭവങ്ങൾ. അടുത്ത കാലത്ത് കേരളത്തെ നടുക്കിയ ഒരു ദുരഭിമാന കൊല നടന്നു. അന്യമതസ്ഥനായ ഒരു യുവാവിനെ പ്രണയിച്ചതിനും അതിൽ നിന്നും പിന്മാറില്ലെന്ന് ശഠിച്ചതിനും എന്ന് പറയപ്പെടുന്ന ഒരു പിതാവ് വിദ്യാർത്ഥിനിയായ മകളെ വിഷം കൊടുത്തു കൊന്നു. ആ പിതാവിനെ കുറിച്ചോ മകളെക്കുറിച്ചോ അവളുടെ കാമുകനെ കുറിച്ചോ ഒന്നും പറയാതെ മാധ്യമങ്ങൾ അക്കാര്യം റിപ്പോർട്ട് ചെയ്ത് പുതിയ മാതൃക കാണിച്ചു. കൊച്ചിയിലെ വല്ലാർപാടം ടെർമിനലിൽ ഉദ്യോഗസ്ഥനായ ഒരു എഞ്ചിനീയറാണ് പ്രതി. ഭാര്യയും മകനുമുണ്ട്. +2 വിദ്യാർത്ഥിനിയായ മകൾ മുൻപിൻ നോക്കാതെ പ്രണയക്കിണിയിൽ പെട്ടുപോയത് ആ പിതാവിനെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കും. അത് മനസ്സിലാക്കിയാവും മാധ്യമങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച വിവരങ്ങളൊന്നും നൽകാതിരുന്നത്. അവസാനം നവംബർ 7-ന് മകൾ മയ്യത്തായപ്പോൾ ബാപ്പയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ സംബന്ധിച്ച വിവരങ്ങളെല്ലാം പുറത്താവുകയും ചെയ്തു. കേരളത്തിൽ നാടാകെ നടക്കുന്ന ദുരഭിമാന കൊലയല്ല ആലുവയിൽ നടന്നത്. 2018-ൽ കോട്ടയത്താണ് ആദ്യ സംഭവം. പുനലൂർ സ്വദേശിയായ ഒരു യുവതി കോട്ടയംകാരൻ ഒരു യുവാവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. യുവതിയുടെ വീട്ടുകാർ പെന്തക്കുസ്ത സമൂഹത്തിൽ പെടുന്നവരായിരുന്നു. യുവതിയുടെ ആംഗ്ലയും കൂട്ടുകാരും ചേർന്നാണ് യുവാവിനെ ശരിയാക്കിയത്. പെന്തക്കുസ്ത വിഭാഗക്കാർ കേരളത്തിലെ പ്രത്യേക മതസമൂഹമാണ്. ഇതറിയുന്ന മാധ്യമങ്ങൾ പോലും പ്രതിയെ സീറോ മലബാർ സമൂഹാംഗമായി ചിത്രീകരിച്ചു. അങ്ങനെ രാഹുൽ ഗാന്ധി തട്ടിപ്പുകാരെയെല്ലാം മോദി എന്ന് വിളിച്ച് പരിഹസിച്ചതുപോലെ സീറോ മലബാറുകാരെ എല്ലാം പരിഹസിക്കാൻ അവസരമാക്കി. അത് തെറ്റായി പോയെന്ന് അവർക്ക് തോന്നുകയോ മാപ്പു പറയുകയോ ചെയ്തില്ല. എങ്കിലും അവർ കഥാപാത്രങ്ങളുടെ എല്ലാം പേരും അതുപോലുള്ള വിവരങ്ങളുമെല്ലാം കൊടുത്താണ് ആഘോഷിച്ചത്. ആലുവയിലെ കാമുകന്റെ ജാതി പോലും ഇപ്പോഴും അറിയാത്തതുപോലെ അജ്ഞാതമാണ്. അതിനുശേഷം 2020-ൽ അരിക്കോടും ഒരു ദുരഭിമാന കൊല നടന്നു. അതിലെ കഥാപാത്രങ്ങളോടും ആലുവയിലെ ബാപ്പയോടും മകളോടും കാണിച്ച സമീപനം ഒരു മാധ്യമവും കാണിച്ചില്ല. പേരുവിവരങ്ങളെല്ലാം ചേർത്താണ് സംഭവം റിപ്പോർട്ട് ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അക്കാലത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ തുടങ്ങിയവരെല്ലാം കോട്ടയം സംഭവത്തെ അപലപിച്ചു. ആലുവയിൽ ഒന്നും ഉണ്ടായില്ല. അതാണ് ബാപ്പയുടെ സമുദായത്തിന്റെ ശക്തി. പറയാതെ വയ്യ, നാക്ക് കടിച്ച് അരിശം തീർക്കുമായിരിക്കും. എങ്ങനെയുണ്ട് കേരളത്തിലെ മാധ്യമങ്ങളുടെ മതേതരത്വം? മാസപ്പടി കേസിലെ CMRL-കാരൻ പറഞ്ഞതാണ് കേരളത്തെക്കുറിച്ചുള്ള സത്യമെന്ന് മാഞ്ഞൂരിൽ വ്യവസായം തുടങ്ങാൻ ലണ്ടനിൽ നിന്നും വന്ന മുൻ SFI നേതാവ് ഷാജിമോൻ ജോർജും സാക്ഷ്യപ്പെടുത്തുന്നു. അന്ന് വീണ വിജയന് 1.72 കോടിയും വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കായി 95 കോടി രൂപയും കൊടുത്തത് എന്തിന് എന്ന ചോദ്യത്തിന് അവർ കൊടുത്ത ഉത്തരം ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഇവിടെ വ്യവസായം ഓടിക്കുവാൻ പറ്റില്ല എന്നതാണ്. അതാണ് ഷാജിമോൻ ജോർജും പറയുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷ് പൗരനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജന്മനാടിനോടുള്ള സ്നേഹം കൊണ്ടാണ് 25 കോടി രൂപ മുതൽ മുടക്കിൽ നാട്ടിൽ ഒരു സംരംഭം തുടങ്ങുന്നതിന് വന്നത്. കൈമടക്ക് കൊടുക്കാത്തതുകൊണ്ട് ഒന്നും നടക്കാതെ വന്നു. പഴയ വിപ്ലവ വീര്യം വച്ചാകണം കൈക്കൂലി ചോദിച്ചതിന് അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനെ വിജിലൻസ് കേസിൽ കൊടുക്കുകയും ചെയ്തു. അതോടെ എല്ലാവരും എതിരായി. ഇടതുമുന്നണി ഭരിക്കുന്ന പഞ്ചായത്താണ് മാഞ്ഞൂർ. അല്ലെങ്കിൽ സർക്കാരിനെ ചീത്തയാക്കുവാൻ പ്രതിപക്ഷ ഭരണസമിതി കളിക്കുന്നു എന്ന് പറയാമായിരുന്നു. കെട്ടിടത്തിന് നമ്പറിടാത്തതാണ് ഇവിടെയും വിഷയം. അതാണല്ലോ പഞ്ചായത്തുകാരുടെ ആയുധം. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ K സുജില ആദൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ആയിരിക്കെ സാജൻ പാറയിൽ എന്ന വ്യവസായ സംരംഭകന് 2019-ൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നതും ഇതേ കാര്യത്തിനാണ്. വാക്കളത്ത് കോടികൾ മുടക്കി അദ്ദേഹം നിർമ്മിച്ച കൺവെൻഷൻ സെന്ററിന് വീട്ടു നമ്പർ ഇടില്ലെന്ന് മുനിസിപ്പാലിറ്റി ശഠിച്ചു. മുനിസിപ്പാലിറ്റി നോക്കിയാൽ രേഖകളുടെ കുറവ് കണ്ടുപിടിക്കുവാൻ എന്ത് ബുദ്ധിമുട്ട്. അവസാനം സാജൻ ആത്മഹത്യ ചെയ്തു. നാട്ടിലാകെ വലിയ വിഷയമായി. 15 ദിവസത്തിനകം വീട്ടു നമ്പറും കിട്ടി. ദൈവഭയം ഇല്ലാത്തവർ ഭരിക്കുന്നതിന്റെ ഒരു ദുരന്തമാണിത്. അല്ലെങ്കിൽ ദൈവം ചോദിക്കും എന്ന ഭയം കൊണ്ടെങ്കിലും ആത്മഹത്യ ഒഴിവാക്കാമായിരുന്നു. ഷാജിമോൻ പരസ്യമായ സമരത്തിന് മുതിർന്നു. പഞ്ചായത്ത് ഭരണസമിതി പോലീസിനെ വിളിച്ചു. അവർ ഷാജിമോനെ തൂക്കിയെടുത്ത് ദൂരെ കളഞ്ഞു. അദ്ദേഹം പൊതുനിരത്തിൽ സമരം ആരംഭിച്ചു. ആര് പറഞ്ഞാലും പഞ്ചായത്ത് പ്രസിഡന്റ് കോംബ്ളവല്ലിക്ക് വിഷയമല്ല. രേഖകൾ കിട്ടിയേ തീരൂ. ഷാജിമോൻ എത്ര ശ്രമിച്ചാലും
വെള്ളം കുടിപ്പിക്കാൻ പഞ്ചായത്തുകാർക്കറിയാം. അടുത്ത കഥാപാത്രം തിരുവാർപ്പിലെ രാജ്മോഹൻ കൈമളാണ്. അദ്ദേഹം എക്സ് സർവീസ്മാൻ ആണ്, വിദേശ മലയാളിയും. അദ്ദേഹം നാട്ടിൽ ബസ് സർവീസ് തുടങ്ങി. 15 ജീവനക്കാർക്ക് പണി കൊടുത്തു. അവരുമായി ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് ദിവസം 2000 രൂപ കളക്ഷൻ ഇല്ലെങ്കിൽ 925 1000 രൂപയും, 2000 രൂപ ഉണ്ടെങ്കിൽ 1135 1070 രൂപയുമാവും ശമ്പളം. ഇത് ഒരു ജീവനക്കാരന് സമ്മതമായില്ല. അവൻ CITU-കാരനാണ്. CITU കൊടികുത്തി വണ്ടി ഓടാൻ സമ്മതിക്കില്ല. ഹൈക്കോടതി ഉത്തരവനുസരിച്ച് ഓടാൻ വന്നപ്പോൾ പോലീസ് നോക്കി നിൽക്കെ CITU സഖാവ് കൈമളെ കൈകാര്യം ചെയ്തു. കോടതി സ്വമേധയാ കേസെടുത്തു. എല്ലാവരും ഭയന്നു. അവസാനം സഖാവ് തുറന്ന കോടതിയിൽ പരസ്യമായി മാപ്പ് പറഞ്ഞു. ഈ സംഭവങ്ങളെല്ലാം പറയുന്നത് മാസപ്പടി തന്നെയാണ് രക്ഷാമാർഗം എന്നല്ലേ? UGC വ്യവസ്ഥകൾ പാലിക്കാതെ സ്വന്തക്കാരെ സർക്കാർ കോളേജ് പ്രിൻസിപ്പൽമാരാക്കിയ സർക്കാർ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 12 പ്രിൻസിപ്പൽമാരുടെ നിയമനമാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇറക്കിയ ഉത്തരവ് കോടതി ശരിവയ്ക്കുകയായിരുന്നു. 2010 UGC നിബന്ധന അനുസരിച്ച് സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് 2016 ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നു. അത് പാലിക്കാതെയാണ് 12 പേരുടെ നിയമനം നടത്തിയത്. ആ ഉത്തരവാണ് ട്രിബ്യൂണൽ 2022 ഡിസംബർ 16 റദ്ദാക്കിയത്. ആ ഉത്തരവ് സ്റ്റേ ചെയ്യുവാൻ ഹൈക്കോടതിയും വിസമ്മതിച്ചു. കോടതി എന്തു പറഞ്ഞാലും തോന്നിയാസം ചെയ്യും എന്ന ധിക്കാരത്തിന്റെ ഉദാഹരണമല്ലേ ഈ നിയമനം? അടുത്തത് KSRTC. അവിടുത്തെ പെൻഷൻകാർക്ക് 3 മാസമായി പെൻഷൻ ഇല്ല. കോടതി പറഞ്ഞിട്ടും കൊടുക്കുന്നില്ല. കോടതി അലക്ഷ്യത്തിന് ഹാജരാകുവാൻ ആവശ്യപ്പെട്ടിട്ട് ചീഫ് സെക്രട്ടറി തിരിഞ്ഞു നോക്കിയില്ല. കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. അവസാനം ചീഫ് സെക്രട്ടറി ഓൺലൈനിൽ ഹാജരായി. പെൻഷൻ കൊടുക്കുവാൻ പണമില്ല, അദ്ദേഹം തുറന്നു പറഞ്ഞു. പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവില ചിരിക്കരുത് എന്ന് കാരണവന്മാർ പറയാറുണ്ട്. സർക്കാർ ജീവനക്കാർ അത് ഓർക്കണം. ഇന്ന് KSRTC-യിൽ, നാളെ നിങ്ങൾക്ക് അതാവും കഥയുടെ ഗതി. അർഹതയില്ലാത്ത വൻ ശമ്പളവും പെൻഷനും സമരം ചെയ്ത് വാങ്ങിച്ചു തരുന്നവർ ഉള്ളകഞ്ഞിയിൽ കൂടി പാറ്റ ചാടിക്കുന്നവരാണ്. KSRTC ഇങ്ങനെയാക്കിയത് തൊഴിലാളി യൂണിയൻ നേതാക്കളല്ലേ? കോടതി അലക്ഷ്യം നടത്തിക്കൊണ്ടിരിക്കുന്നവർ കോടതിയെ സമീപിച്ച് വിധി തേടുന്നത് എന്തിന്? കോടതി വിധിയോടും നിരീക്ഷണങ്ങളോടും തങ്ങളെ പോലെ തന്നെ ഗവർണർമാരും പെരുമാറിയാലോ? കോടതിക്ക് നിയമം വ്യാഖ്യാനിക്കാനല്ലേ കഴിയൂ, നിയമം ഉണ്ടാക്കുവാനാകില്ലല്ലോ. ബില്ലുകൾ പാസ്സാക്കുന്നത് സംബന്ധിച്ച് ഉപദേശിക്കാനല്ലേ സാധിക്കൂ. അവർ ഉപദേശം കേട്ടില്ലെങ്കിലോ? ഗവർണർക്ക് എല്ലായിടത്തും ഉടക്കുണ്ടാക്കാനാകും. പണച്ചിലവുള്ള ബില്ലുകളെല്ലാം അദ്ദേഹത്തിന്റെ മുൻകൂർ അനുമതി നേടണം. അനുമതി കൊടുക്കാതിരുന്നാലോ? അനുമതി വേണ്ടത് അതില്ലാതെ പാസാക്കിയാൽ നിയമമാകുമോ? ഏതായാലും ആരിഫ് മുഹമ്മദ് ഖാൻ ഒന്ന് പൊരുതാൻ ഉറച്ച മട്ടിലാണ്. അവസാനം പിണറായിക്ക് വേണ്ടി അമിത്ഷാ ഇടപെടുമോ എന്നാണ് അറിയേണ്ടത്. കേരളയിൽ വീണ്ടും അനങ്ങുന്നതും BJP സംസ്ഥാന ഘടകം വൻ ദൂർത്തെന്ന് ചിത്രീകരിച്ച കേരളീയത്തിൽ BJPയുടെ മുതിർന്ന നേതാവ് O രാജഗോപാൽ പങ്കെടുത്തതും എല്ലാം BJPയുടെ ആത്മാർത്ഥതയെ സംശയത്തിലാക്കുന്നുണ്ട്. കേരളീയം എല്ലാ വർഷവും നടത്തും എന്ന പ്രഖ്യാപനം കേട്ടപ്പോൾ 1980 ഓണത്തോടനുബന്ധിച്ച് ടൂറിസം വാരം എല്ലാ വർഷവും ആഘോഷിക്കുമെന്ന് അന്നത്തെ ടൂറിസം മന്ത്രി വക്കം പുരുഷോത്തമൻ പറഞ്ഞത് ഓർത്തു. ടൂറിസം വാരം കേരളത്തിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് നടക്കുന്ന കാലമാക്കും എന്ന് വക്കം അന്ന് പ്രഖ്യാപിച്ചു. പിറ്റേ വർഷം മദ്യദുരന്തം മൂലം ആഘോഷം ഒഴിവാക്കി. ഇപ്പോൾ ചടങ്ങായി നടക്കുന്നു. എത്ര വിനോദസഞ്ചാരികൾ വരുന്നു എന്ന് ആർക്കും കണക്കില്ല. അതുപോലാകില്ലേ കേരളീയവും? കളമശ്ശേരി സ്ഫോടനത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് പോലീസ് കോടതിയിൽ ധരിപ്പിച്ചത് സത്യം പുറത്തു വരണം എന്ന് ആഗ്രഹിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നു. 15 വർഷമായി ദുബായിൽ ജോലി ചെയ്തിരുന്ന പ്രതി ഡൊമിനിക് മാർട്ടിന്റെ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. സ്ഫോടക വസ്തുക്കൾ വാങ്ങിച്ച ഇടങ്ങളെക്കുറിച്ചും കൂടുതൽ വിശദമായ അന്വേഷണം വേണം. അദ്ദേഹത്തിന് സാമ്പത്തിക സഹായം കൊടുക്കുന്ന സ്രോതസ്സുകളെക്കുറിച്ചും അന്വേഷിക്കും. ഇതെല്ലാം സത്യസന്ധമായി നടക്കണം എന്നാണ് കേരളത്തിലെ സാധാരണക്കാരന്റെ മോഹം. ഷീലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.